ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് എടുക്കുവാണെങ്കിൽ വലിയ രീതിയിൽ ലാലേട്ടൻ വന്നിട്ട് ആൾക്കാരെ വഴക്ക് പറയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ലാലേട്ടൻ വന്നു എല്ലാവരുടെ അടുത്തും മോനെ ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ടിപ്പിക്കലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാലേട്ടൻ മെയിനായിട്ട് സംസാരിച്ചത് നെവിൻ്റെ കാര്യമാണ്. അവനുണ്ടെങ്കിൽ അവിടുത്തെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാരി ഓരോ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതൊട്ടും ശരിയല്ല. കാരണം അവരെ മൊത്തം ഹൗസിലുള്ള എല്ലാവർക്കും കൂടെ കൊടുക്കുന്നതാണ്. ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും സാധനങ്ങളും കാണത്തില്ല. ഇനി നെവിൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കാണുമെന്ന് ലാലേട്ട ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം രാത്രിയൊക്കെ ഇങ്ങനെ ഓരോന്ന് പോയി എടുത്ത് കഴിക്കുന്നതൊന്നും ശരിയായിട്ടില്ലായിരുന്നു. അതെന്തായാലും കറക്റ്റായിട്ട് നെവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നെവിൻ അത് മനസ്സിലായി. ഓക്കെ ലാലേട്ട ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നെവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ജിസേലിൻ്റെ കാര്യമാണ്. ഇപ്പം ജിസേൽ ഇപ്പോൾ കുക്കിംഗ് ആണ്, എങ്ങനെ ഫുഡൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി തരുന്നു എന്നൊക്കെ ചോദിച്ച സമയത്ത് എല്ലാവരും പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ജിസേൽ കുക്കിംഗ് നല്ല രീതിയിൽ അറിയത്തില്ലെങ്കിൽ പോലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ജിസേലിനെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ അക്ബറും എടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു രേണു സുധിയുടെ കാര്യം. കാരണം സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിച്ചതിന് ശേഷം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച കൊണ്ട് രേണു നിൻ്റെ അടുത്ത് ക്ഷമിക്കുന്ന രീതിയിൽ നീ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ ചെയ്തോ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേന് അക്ബർ പറഞ്ഞു ഞാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെ നടന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ രേണുവിനെ വിളിച്ച് എണീപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അക്ബറിനോട് ക്ഷമിച്ചോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ക്ഷമിച്ചില്ല, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഒരാളെ ഇങ്ങനെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും വിളിക്കരുത്, അത് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന രീതി തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെയും സുധിയുടെ പേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, മരിച്ചുപോയ സുധി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യാത്ത മുറിവാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമൊക്കെ ആയിരുന്നു. അവസാനം ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ ക്ഷമിക്കുന്നതിലാണ് വലിയ കാര്യമെന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ രേണു ഓക്കെ ലാലേട്ടൻ ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേണു അവിടെ പറയുന്നുണ്ടായിരുന്നു. സോ അതിന് ശേഷം എങ്ങനെയുണ്ട് ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി എന്നൊക്കെ ചോദിച്ച സമയത്ത് എല്ലാവരും ഓക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷാണ് കൂടുതൽ സംസാരവും കാര്യങ്ങളും ഭയങ്കര അതോറിറ്റി ആയിട്ട് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു. അവസാനം അതിനകത്ത് ആര്യം ജയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ നോർമലായിട്ട് പോയി. പിന്നെ അവസാനം ഒന്ന് എവിക്ഷൻ വരുമായിരുന്നു. എവിക്ഷൻ്റെ ഓരോരുത്തരായിട്ട് ഇരുത്തി അവസാനം ജിസയിലും അതുപോലെ തന്നെ ചൈത്രയും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ജിസയിലിനെ ഇരുത്തുന്നപ്പോൾ എല്ലാവരും ചൈത്ര പോകണമെന്ന് വിചാരിച്ച് ഭയങ്കര വിഷമം, അനുമോളൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ആഴ്ച എവിക്ഷനൊന്നും ഇല്ല എന്ന് പറയുന്നു, എല്ലാവരും ഹാപ്പി ആവുന്നു. അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ. വലിയ രീതിയിൽ ലാലേട്ടൻ ആരെങ്കിലും എടുത്തിട്ട് പൊരിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ജസ്റ്റ് ലാലേട്ടൻ എല്ലാവരും ഉപദേശിച്ചിട്ട് അങ്ങ് പോവുക മാത്രമേ ഉള്ളായിരുന്നു. സോ ഇന്നലത്തെ എപ്പിസോഡ് പ്രത്യേകിച്ചൊന്നും പറയില്ല, ഇത്രയേ ഉള്ളായിരുന്നു.